കഥ ഒറ്റത്തുരുത്ത്. ആൽബി കുഞ്ഞാബി. ഒറ്റത്തുരുത്ത്. പതിവിന് വിപരീതമായി ഒലിവുപാറയുടെ കുത്തനെയുള്ള കയറ്റം സൈക്കിൾ ചവിട്ടി കയറുമ്പോൾ ഡേവിഡ് വല്ലാതണച്ചിരുന്നു. പേർത്ത് പേർത്ത് മഴ പെയ്തു തുടങ്ങിയതിനാൽ ചവിട്ട് വേഗത്തിലാക്കി. കുട്ടികൾ തിമിർത്ത് കളിച്ചിരുന്ന വറീതിൻ്റെ കണ്ടവും മഴവെള്ളം കലങ്ങി ഒഴുകിയ കല്ലുത്തിത്തോടും കടന്ന് മുള്ളംപാറയിലെ കലുങ്കിന് മുകളിലെത്തിയപ്പോഴേക്കും പുറകിൽ നിന്നും സൗമ്യ ചേച്ചിയുടെ വിളി വന്നു. എനിക്ക് കത്തൊന്നും ഇല്ലേടാ ഡേവിഡേ, കുറച്ച് നാളായി. അതിയാൻ്റെ വിവരമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല സൗമ്യേച്ചി, കിട്ടിയ ഉടനെ എത്തിക്കാവേ. പെരുമഴയ്ക്ക് മുമ്പ് വീട്ടിൽ കയറണം. പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കാർമേഘങ്ങൾ ഉരുണ്ടു കയറുന്നതും നോക്കി ഡേവിഡ് വീണ്ടും സൈക്കിൾ ചവിട്ടി. 2 പതിറ്റാണ്ട് കാലമായി ഒലിവുപാറയുടെ പോസ്റ്റ്മാനാണ് ഡേവിഡ്. ഒലിവുപാറയിലെ എല്ലാവരും അയാളെ അറിയും. ഒരു പക്ഷേ മറ്റൊരാളെയും ഇത്ര പ്രതീക്ഷയോടെ അവർ കാത്തിരുന്നിട്ടുണ്ടാവില്ല. ഒലിവുപാറയുടെ പ്രണയത്തിലും വിരഹത്തിലും ഏകാന്തതയിലും വേദനകളിലുമൊക്കെ അയാളും പങ്കാളിയായി. കാത്തുകാത്തിരുന്നിട്ടും ചിലർക്ക് കത്തുകൾ വരാത്തതിൽ ഡേവിഡും പരിഭവപ്പെട്ടു. തൻ്റെ കയ്യിലൂടെ കടന്നു പോകുന്ന ഓരോ കത്തും അയാളെ ഏറെ സന്തോഷിപ്പിച്ചു. ഇനി അങ്ങോട്ട് ഇറക്കമാണെങ്കിലും വീട്ടിലെത്താനുള്ള ധൃതിയിൽ ഡേവിഡ് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നു. കുറച്ചു നാളായി സൈക്കിൾ പതിവില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കത്തുകൾ സൂക്ഷിക്കുന്ന പെട്ടി ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം തുരുമ്പെടുത്തു. ചങ്ങല തെറ്റൽ ഇപ്പോഴൊരു പതിവാണ്. ബെല്ലിൻ്റെ താളം നഷ്ടപ്പെട്ടിരിക്കുന്നു. സൈക്കിൾ ഒരെണ്ണം മാറ്റി വാങ്ങണമെന്ന് സൂപ്രണ്ടും അഭിപ്രായപ്പെട്ടു. എന്നിട്ടും ഡേവിഡിന് മാത്രം ഒരു കുലുക്കവുമില്ല. ഡേവിഡ് വീട്ടിൽ ചെന്നതും മഴ ഇരമ്പിയെത്തി. സൈക്കിൾ കോലായിലേക്ക് മാറ്റിവെച്ച് അയാൾ ഉമ്മറത്തിരുന്ന് മഴയെ വീക്ഷിച്ചു. ആർത്തിരുമ്പി വന്ന ഓരോ തുള്ളിയും നിലത്ത് വീണ ചിതറി ഒരുമിച്ചൊഴുകി. അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും ഓടുകൾ ഇറക്കി കയറ്റണമെന്ന് എല്ലാ തവണയും കരുതും. പതിവ് പോലെ ഇപ്രാവശ്യവും അത് നടന്നില്ല. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടു, ഓടിൻ്റെ വിടവിലൂടെ ഇറ്റിറ്റ് വീഴുന്ന വെള്ളം പിടിക്കാനായി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം നിറഞ്ഞ് വെള്ളം തറയിലേക്ക് ഒഴുകിയിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായ ഡേവിഡ് സ്വന്തം കാര്യത്തിൽ ഇത്ര പിശുക്ക് കാണിക്കുന്നത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലായില്ല. മാസാമാസം കൃത്യമായി ശമ്പളം ലഭിച്ചിട്ടും കാര്യമാത്ര ചിലവുകൾ ഇല്ലാതിരുന്നിട്ടും അയാൾ ഒരു നല്ല വീട് കിട്ടിയില്ല. ഏതെങ്കിലും ഒരു മഴക്കാലത്ത് പെരുവെള്ളത്തിനോടൊപ്പം കുത്തിയൊലിച്ചു പോകാൻ വേണ്ടി അയാളുടെ വീട് കാത്തുനിന്നു. വക്കുചിളങ്ങിയ പാത്രങ്ങൾ ഡേവിഡിനെ നോക്കി കൊഞ്ഞനം കുത്തി. കോലായിലിരുന്ന സൈക്കിൾ പതിവ് പോലെ വിറങ്ങലിച്ചു. ചിമ്മിനിയിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളം അടുപ്പിൻ്റെ അരികിലൂടെ ചാലുകീറി ഒഴുകി. ഡേവിഡ് അടുപ്പ് കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും തണുത്തു മരവിച്ച വിറകുകൊള്ളികൾ വെറുതെ പുകയുക മാത്രം ചെയ്തു. അത്താഴത്തിന് പുകച്ചുവയുള്ള കഞ്ഞി ഒറ്റയ്ക്കിരുന്ന് കോരി കുടിക്കുമ്പോൾ ഡേവിഡിന് പരിഭവങ്ങളൊന്നും തോന്നിയില്ല. കുമ്മായം പൊടിഞ്ഞ് നിറം മങ്ങിയ 4 ചുമരുകൾക്കുള്ളിലെ ഏകാന്തതയോടും പുകച്ചുവയുള്ള കഞ്ഞിയോടും ഒട്ടിയ ഓടുകളുടെ വിടവുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തോട് പോലും അയാൾ പൊരുത്തപ്പെട്ടിരുന്നു. ആദ്യം പോസ്റ്റ്മാൻ എന്നത് ജീവിതത്തിൻ്റെ അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനുള്ള വെറുമൊരു ജോലി മാത്രമായിരുന്നു. രാവിലെ മുതൽ സൈക്കിൾ ചവിട്ടിയുള്ള അലച്ചിൽ അയാളെ വല്ലാതെ തളർത്തി. കത്തുകൾ കിട്ടിയവർ അത് പൊട്ടിച്ചു നോക്കാനുള്ള വ്യഗ്രതയിൽ അകത്തേക്ക് ഓടുമ്പോൾ പ്രതീക്ഷിച്ച ഒരു നന്ദി വാക്ക് പോലും ലഭിക്കാതെ തിരികെ പോകേണ്ടി വരുന്നതും മടുപ്പിന് കാരണമായി. കൂടുതൽ കത്തുകൾ കൊടുക്കേണ്ടി വന്ന ദിവസങ്ങളോട് വെറുപ്പ് തോന്നി. ജീവിതവും ജോലിയും ഒട്ടും സന്തോഷം പകരാതിരുന്നപ്പോൾ ചില ദിവസങ്ങളിൽ ഒരു പ്രതിഷേധമെന്ന വണ്ണം വൈകി മാത്രം കത്തുകളെ ഉടമസ്ഥരിലേക്ക് എത്തിച്ചു. കഞ്ഞി കുടിച്ചെഴുന്നേറ്റ് പാത്രം കഴുകാനായി അടുക്കളയിലേക്ക് പോകുമ്പോഴാണ് ഡേവിഡ് അക്കാര്യം ശ്രദ്ധിച്ചത്. ഭിത്തിയോട് ചേർന്നിരുന്ന തൻ്റെ പെട്ടിയിലേക്ക് ചിതൽപുറ്റുകൾ പടർന്നു കയറിയിരിക്കുന്നു. പാത്രം കഴുകി വന്ന ശേഷം പെട്ടിയിലുണ്ടായിരുന്ന പഴയ സാധനങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വെച്ചു. ഡേവിഡിന് വിലപ്പെട്ടതായി അതിലുണ്ടായിരുന്നത് ഒരു കെട്ട് കത്തുകൾ മാത്രമായിരുന്നു. കത്തുകളെ മാത്രം ചിതൽ തിന്നു തുടങ്ങിയിരുന്നു. ചിതൽപുറ്റുകൾ തട്ടിക്കളഞ്ഞ് ഡേവിഡ് കത്തുകളെടുത്ത് മേശയിൽ ചെന്നിരുന്നു. ഡേവിഡ് കത്തുകളിൽ ഒന്നെടുത്ത് തുറന്ന് അതിലേക്ക് തന്നെ കുറച്ചു നേരം നോക്കി. ചരിഞ്ഞു കിടന്നിരുന്ന അക്ഷരങ്ങൾക്ക് മുകളിലൂടെ അയാളുടെ വിരലുകൾ ഓടി നടന്നു. മഷി പടർന്ന പേപ്പറിലെ അക്ഷരങ്ങളിൽ പലതും മാഞ്ഞു തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മിഴികൾ പതിയെ സജലങ്ങളായി. ഡേവിഡ്, ഈ കത്തെനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. കാരണം നിനക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 വർഷം തികയുന്നു. ഒരു പക്ഷേ നാം അറിയാത്ത നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ഏതാണെന്നറിയാമോ? എല്ലാ വിളക്കുകളും അണഞ്ഞിട്ടും എല്ലാ മിഴികളും അടഞ്ഞിട്ടും പുറത്തെ ഈറൻ നിലാവിലേക്ക് കണ്ണും നട്ടിരുന്ന്
ഞാൻ എൻ്റെ ഒത്തിരി പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മകളിൽ മുഴുകുമ്പോൾ അങ്ങ് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ ആകാശത്തിന് കീഴെ എന്നിൽ നിന്നും കാതങ്ങളോളം അകലെ ഇതേ നിലാവിലേക്ക് നോക്കിയിരുന്ന് ആ പ്രിയപ്പെട്ട ഒരാൾ എൻ്റെ ഓർമ്മകളിലേക്ക് വഴുതി വീഴുന്ന നിമിഷമില്ലേ? അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷം. നമ്മളറിയാതെ ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന അത്ഭുത നിമിഷം. ഓർമ്മകളിൽ നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മൾ ചിറക് വെച്ച് മാനത്തേക്ക് പറന്നുയർന്നെങ്കിൽ എന്നും കണ്ടുമുട്ടാമായിരുന്നല്ലേ? എല്ലാവരും ഇറങ്ങിയത് ഒരേ പുഴയിലേക്കായിരുന്നു. എങ്കിലും പുഴ അനുഭവങ്ങൾ പലതായിരുന്നു. പേടിച്ച് കടവിൽ നിന്നവരും കല്ലെടുത്തെറിഞ്ഞ് കളിച്ചവരുമൊക്കെ പുഴയെ അറിയാതെ കടന്നുപോയി. ആവശ്യങ്ങൾ കൊണ്ട് മാത്രം തീരത്തിറങ്ങിയവരും അധികം വൈകാതെ കയറിപ്പോന്നു. പക്ഷേ കാരണങ്ങളൊന്നുമില്ലാതെ തീരം വിട്ടിറങ്ങിയ കുസൃതി കുഞ്ഞുങ്ങളാവട്ടെ പൊട്ടിച്ചിരിച്ചും തട്ടിത്തെറിപ്പിച്ചും പരിഭവപ്പെട്ടും ചിലപ്പോൾ പുഴയോട് കലഹിച്ചും ഇളക്കി മറിച്ച് പുഴയെ ആസ്വദിച്ച് ഒരിക്കലും കയറാൻ മനസ്സ് വരാതെ ഇപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നേഹപൂർവ്വം, ഡേവിഡിൻ്റെ സ്വന്തം അന്ന. ഡേവിഡ് മിഴികൾ പൂട്ടി പതുക്കെ ഓർമ്മകളിലേക്ക് ചേക്കേറി. പതിവ് പോലെ അലസമായ കത്തുകൾ അടുക്കിയെടുത്ത് സൈക്കിളിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് പോസ്റ്റൽ അഡ്രസ്സിൽ തൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്രനാൾ കത്തുകളോടൊപ്പം ജീവിച്ചിട്ടും ആദ്യമായി തന്നെ തേടി വന്ന കത്തായിരുന്നു അത്. മനസ്സ് നിറയെ എന്തെന്നില്ലാത്തൊരു സന്തോഷം. വായിക്കാൻ എന്തൊരു തിടുക്കമായിരുന്നു. സംഗതി പ്രണയലേഖനമായിരുന്നു. എങ്കിലും തനിക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട വരികളാണിതെന്ന തിരിച്ചറിവ് വളരെ സന്തോഷം നൽകി. അന്നു തന്നെ എത്ര തവണ അത് വായിച്ചു എന്നതിന് ഒരു കണക്കുമില്ല. ഒലിവുപാറ കവല കഴിഞ്ഞ് കൈതവലപ്പാടത്തേക്ക് തിരിയുന്ന വഴിയിലെ ആദ്യത്തെ വീടാണ് അന്നയുടേത്. കത്തുകൾ കൊടുക്കാൻ വേണ്ടി അതുവഴി പോകുമ്പോൾ പലപ്പോഴും അന്നയെ കണ്ടിട്ടുണ്ട്. എന്നോ ഒരിക്കൽ വഴിയിൽ തടഞ്ഞു നിർത്തി എന്താ തനിക്ക് കത്തുകൾ ഒന്നും കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചവൾ കളിയാക്കിയിരുന്നു. എന്തെന്നില്ലാത്ത ഉത്സാഹത്തോടെ കത്തുകളൊക്കെ കൊടുത്തു തീർത്ത് വൈകുന്നേരം വീട്ടിൽ ചെന്ന് വീണ്ടും അന്നയുടെ കത്തെടുത്ത് വായിച്ചു. മറുപടി എഴുതണമെന്ന് പലവരും മനസ്സ് പറഞ്ഞെങ്കിലും അവസാനം വേണ്ടെന്ന് വെച്ചു. പണ്ട് പള്ളിപ്പെരുന്നാളിന് പോയി വഴിയോര കാഴ്ചകൾ കണ്ട് മനസ്സിൽ മോഹമുണർന്നപ്പോൾ അപ്പൻ പറഞ്ഞു തന്നിരുന്നു, ചില കളിപ്പാട്ടങ്ങൾ സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഉടലെടുക്കുന്നത് സ്നേഹത്തിൽ നിന്നല്ല, പകരം കൗതുകങ്ങളിൽ നിന്നാണെന്ന്. പിന്നീട് കൈതവലപ്പാടത്തിൽ കൂടെ പോകുമ്പോഴൊക്കെ വഴിയരികിൽ എവിടെയെങ്കിലും അന്ന നിൽക്കുന്നുണ്ടോ എന്ന് മിഴികൾ തിരഞ്ഞിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അന്നയുടെ കത്ത് തന്നെ തേടിയെത്തിയത് മുതലാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. അതിന് മറുപടി എഴുതുമ്പോൾ മനസ്സിൽ നിന്ന് വാക്കുകൾ പെയ്തിറങ്ങി. പിന്നീട് അങ്ങോട്ട് കത്തുകളുടെ ഒരു നീണ്ട നിരതനുണ്ടായി. ഓരോ കത്തെഴുതിയ ശേഷവും അതിൻ്റെ മറുപടിക്കായുള്ള കാത്തിരിപ്പ് എത്ര മനോഹരമാണെന്ന് തിരിച്ചറിഞ്ഞു. പതിയെ പതിയെ പോസ്റ്റ്മാൻ എന്ന ജോലിയെ പ്രണയിക്കാൻ തുടങ്ങി. മുഴുവൻ കത്തുകളും കൊടുത്തു തീർക്കാനാകാത്ത ദിവസങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടു. രാവിലെ മുതൽ സൈക്കിൾ ചവിട്ടിയുള്ള അലച്ചിൽ ശരീരത്തെ തളർത്തിയെങ്കിലും മനസ്സിന് സന്തോഷം നൽകി. കത്തുകളുമായി തേടി ചെല്ലുമ്പോഴുള്ള അവരുടെ കണ്ണുകളിലെ തിളക്കവും ചുണ്ടിലെ പുഞ്ചിരിയും തൻ്റെ പ്രതിഫലമായി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇങ്ങനെ ഹംസമായി ജീവിക്കണം. ഈ ജോലി അത്രമേൽ മനോഹരമാണല്ലോ. ഓരോ കത്തുകളിലൂടെയും തേടിയെത്തിയത് സ്നേഹത്തിൻ്റെ ഒരു പെരുമഴക്കാലമായിരുന്നു. സ്നേഹവും സൗഹൃദവും പ്രണയവും പരിഭവവും ഒക്കെയായി ഓരോ വാക്കും വല്ലാതെ നനയിച്ചു. കത്തുകൾ വായിച്ച് എത്രയോ തവണ മിഴികൾ തുളുമ്പിയിരിക്കുന്നു. എത്രമേൽ അവ ഉറക്കത്തെ അപഹരിച്ചിരിക്കുന്നു. കത്തുകൾ ശരിക്കും ഒരു അത്ഭുതമാണ്. ചിലപ്പോൾ അമ്മയുടെ വിരലുകളായി രൂപാന്തരപ്പെട്ട് വാക്കുകൾ മുടിയിഴകളിലൂടെ ഓടി നടക്കുന്നു. ചിലപ്പോൾ ഒരു പ്രണയത്തിൻ്റെ തിരിശേഷിപ്പ് കണക്കെ മൃദുവായി ചുംബിക്കുന്നു. പല ആവർത്തി മടക്കിയതിൻ്റെ പാടുകളും അത്രയൊന്നും വടിവോ ഭംഗിയോ ഇല്ലാത്ത അക്ഷരങ്ങളുമുള്ളൊരു പേപ്പർ ഒരാൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നായി മാറുന്നു. അന്നയുടെ മറുപടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് വലിയൊരു വെളിപാടായിരുന്നു. കാത്തിരുന്നിട്ടും പടി കടന്നു വരാതെ തൻ്റെ വെല്ലടികൾ അകന്നു പോകുന്നതും നോക്കി ചിലർ നൊമ്പരപ്പെട്ടപ്പോൾ തനിക്കും എന്തൊക്കെയോ നഷ്ടമാകുന്നത് പോലെ തോന്നി. അമ്മിണിയമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. പണ്ടെങ്ങോ നാട് വിട്ടുപോയ മകൻ്റെ കത്തും പ്രതീക്ഷിച്ച് അമ്മിണിയമ്മ എന്നും പടിയിൽ കാത്തു നിൽക്കും. നാട്ടുകാർ പ്രാന്തിത്തള്ളയെന്നാണ് വിളിക്കുന്നത്. പറമ്പിലെ മാങ്ങയും ചാമ്പയും ഒക്കെ പഴുത്തു താഴെ വീണു പോയിട്ടും അതെടുക്കാൻ വന്നിരുന്ന പിള്ളേരെ ചീത്ത പറഞ്ഞോടിച്ചിരുന്ന പ്രാന്തിത്തള്ള. എന്നിട്ടും ഒരു ദിവസം തന്നെ പിടിച്ചു നിർത്തി 2 മൂവാണ്ടൻ മാങ്ങ കയ്യിൽ വെച്ച് തന്നു. വീട്ടിൽ ചെന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞത് എന്തിനാണെന്നറിഞ്ഞില്ല.
അന്നു മുതലാണ് നാട് വിട്ടുപോയ മകൻ്റെ പേരിൽ അമ്മിണിയമ്മയ്ക്ക് കത്തെഴുതാൻ തുടങ്ങിയത്. ആദ്യം എഴുതിയ കത്തിന് മൂവാണ്ടൻ മാങ്ങയുടെ മണമായിരുന്നു. കത്തുകൾ വീണ്ടും തട്ടിക്കുടഞ്ഞുകൊണ്ട് ഡേവിഡ് നെടുവീർപ്പിട്ടു. ചിലപ്പോൾ ഇങ്ങനെയാണ്. പരസ്പരം സമാന്തരമായി വരച്ച രേഖകൾ കണക്കെ ജീവിതവും സ്വപ്നവും മുൻപിൽ നീണ്ടുകിടക്കും. ശരിതെറ്റുകളുടെ ത്രാസിലിട്ട് തൂക്കാതെ ഈ സമാന്തര രേഖകളിൽ ഒന്നിനെ ചെരിച്ചു വരയ്ക്കണം. അങ്ങനെയാണ് അമ്മിണിയമ്മയ്ക്ക് കത്തുകൾ എഴുതിയത്. അമ്മുവിനെയും ഗംഗയെയും അച്ചുവിനെയും തേടി കൃത്യമായ മണി ഓർഡറുകൾ എത്തിയത്. ഒരു കത്ത് തരുമോ അങ്കിളേ എന്ന് ചോദിച്ച രാഹുലിന് സ്ഥിരമായി കത്തുകൾ അയക്കുന്ന പേരറിയാത്ത കൂട്ടുകാരനായത്. ഡേവിഡ് കത്തുകൾ ഓരോന്നായി അടുക്കിയെടുത്ത് നെഞ്ചോട് ചേർത്തങ്ങനെയിരുന്നു. പിന്നെ പതിയെ എഴുന്നേറ്റ് ഇറയത്തേക്ക് ചെന്നു. മഴ മുറുകിയപ്പോൾ ഒഴുകിപ്പോകാൻ ഇടമില്ലാത്ത വെള്ളം പറമ്പിൽ പരന്നു കിടന്നു. ഡേവിഡ് എഴുതി തുടങ്ങി. എൻ്റെ സ്വന്തം അന്നയ്ക്ക്. ഈ കത്തെഴുതാൻ എന്തിനാണ് ഇത്രയും കാത്തിരുന്നതെന്ന് എനിക്കറിയില്ല. മുഴുമിക്കുന്നതിന് മുൻപേ മുറിഞ്ഞു പോയൊരു രേഖയിൽ നിന്നും വീണ്ടും തുടങ്ങണമെന്ന് തോന്നി. പുറത്തിപ്പോൾ തകർത്ത മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ചുറ്റും പെയ്യുന്നത് ഒരേ മേഘമായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ മഴ പോലും നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ടല്ലോ. ഒരാൾക്ക് അയാളെ തന്നെ നേരിടാനുള്ള ബലം. അത് നേടിക്കഴിയുമ്പോൾ അയാൾ ഏകാന്തതയെ പ്രണയിച്ചു തുടങ്ങുന്നുവെന്ന് നീ ഒരിക്കൽ പറഞ്ഞില്ലേ? ഞാനും ഇപ്പോൾ ഏകാന്തതയെ പ്രണയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയ്ക്ക് ചിലയിടങ്ങളിൽ ആഴം നഷ്ടപ്പെടുന്നു. അങ്ങനെ സ്നാനം നിഷേധിക്കപ്പെട്ട ഇടങ്ങൾ കാണെ തുരുത്തുകളാവുന്നു. പിന്നെയും ഋതുഭേദങ്ങളിലൂടെ പുഴ കടന്നു പോകുന്നു. പക്ഷേ അടുത്ത വർഷകാലത്ത് അതിർത്തികളെ ഭേദിച്ച് പുഴയൊഴുകുമ്പോൾ തുരുത്തുകൾ വീണ്ടും സ്നാനം ചെയ്യപ്പെടുന്നു. അന്നേ, പുഴയും തുരുത്തുകളും കാത്തിരിക്കുന്നത് ഒരു മഴക്കാലത്തിന് വേണ്ടിയാണ്. സ്നേഹപൂർവ്വം, അന്നയുടെ സ്വന്തം ഡേവിഡ്. കത്തെഴുതി നിർത്തിയപ്പോഴേക്കും മഴ പെയ്തു തോർന്നിരുന്നു. രാത്രിയിൽ മഴ പിന്നെയും പെയ്തു. സ്വപ്നങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്ക് ഡേവിഡ് വഴുതി വീണു. ഒലിവുപാറയിൽ വെള്ളം കയറുന്നതും അമ്മിണിയമ്മയും അമ്മുവും ഗംഗയും അച്ചുവും രാഹുലും ഒരൊറ്റ തുരുത്തിൽ അഭയം തേടുന്നതും കണ്ട് അയാൾ ഞെട്ടി ഉണർന്നു. പിറ്റേന്ന് പതിവ് പോലെ സൈക്കിളും എടുത്ത് ജോലിക്കിറങ്ങിയപ്പോൾ അന്നയ്ക്കുള്ള കത്തും കയ്യിൽ കരുതി. മുള്ളമ്പാറ കലുങ്കിനടുത്ത് എത്തിയപ്പോഴാണ് ജോസ് വിളിച്ചു പറഞ്ഞത്. ഇന്ന് കത്തുകൊണ്ടൊന്നും ഇറങ്ങണ്ട ഡേവിഡേ. ഇന്നലെ നല്ല മഴയായിരുന്നില്ലേ? പുഴയിൽ നിന്ന് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കല്ലുത്തിത്തോട് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഊത്തലിറങ്ങിയത് പിടിക്കാനായ ആളുകൾ തിരക്കുകൂട്ടി. കുട്ടികൾ തിമിർത്തു കളിച്ചിരുന്ന വറീദിൻ്റെ കണ്ടത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ട് ഡേവിഡ് പിന്നെയും മുന്നോട്ടു പോയി. 4/1 വെള്ളത്തിൽ മുങ്ങിയ ഡേവിഡിൻ്റെ സൈക്കിളിൻ്റെ പെട്ടിയിൽ കത്തുകൾ ഉടമസ്ഥരെ കാത്തിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും കത്തുകൾ ഓരോന്നായി കൊടുത്തു തീർന്നു. അവസാനം അന്നയ്ക്കുള്ള കത്ത് മാത്രം ബാക്കിയായി. ചങ്ങല തെറ്റിയതുകൊണ്ട് പള്ളിക്കവലയിൽ സൈക്കിൾ വെച്ച് ഇറങ്ങി നടക്കുമ്പോൾ ചിണുങ്ങി മഴ പെയ്തുകൊണ്ടിരുന്നു. ചന്ദ്രനെ പ്രണയിച്ചു പൂത്തുവാടിയ രാത്രിപ്പൂക്കളിൽ ഒന്നിനെ വഴിയരികിൽ നിന്ന് ഡേവിഡ് ഇറുത്തെടുത്തു. ചുറ്റുമതിലിൻ്റെ ഗേറ്റ് തുറന്ന് പടി കയറി റബ്ബർ മരങ്ങളിലിടയിലൂടെ നടന്ന് സെമിത്തേരിയിലെത്തി. കല്ലറയുടെ മുകളിൽ വീണ് കിടന്നിരുന്ന ചീഞ്ഞ ഇലകൾ തടുത്തുകൂട്ടി മാറ്റിവെച്ചു. അന്ന ഡേവിഡ് എന്നെഴുതിയിരുന്നത് പകുതിയിലധികവും മാഞ്ഞു പോയിരുന്നു. കത്തെടുത്ത് കല്ലറയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഡേവിഡ് മുട്ടുകുത്തി. പതിയെ മഴ മുറുകാൻ തുടങ്ങി. മഴത്തുള്ളികളുമായി ചേർന്ന അക്ഷരങ്ങൾക്ക് രൂപമാറ്റം സംഭവിച്ചു. ശക്തമായ മഴയിൽ കുറിഞ്ഞിപ്പുഴ കരകവിഞ്ഞൊഴുകിയപ്പോൾ തുരുത്തുകൾ ഓരോന്നായി സ്നാനപ്പെട്ടു. അവസാന കത്തും കൊടുത്തു കഴിഞ്ഞപ്പോൾ പള്ളിക്കവലയിലിരുന്ന് നനഞ്ഞുകൊണ്ടിരിക്കുന്ന സൈക്കിളിനടുത്തേക്ക് ഡേവിഡ് തിരികെ നടന്നു. നന്ദി, സ്നേഹം.